കട്ടപ്പനയിൽ മോഷണക്കേസ് പ്രതികളുടെ അറസ്റ്റിനു പിന്നാലെ പുറത്തുവരാനുള്ളത് ഇരട്ടക്കൊലപാതകമെന്ന സൂചന. കാണാതായ പിതാവും നവജാത ശിശുവും കൊല ചെയ്യപ്പെട്ടതായി സംശയം. മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം ഇരട്ടക്കൊലപാതകത്തിലേക്കെന്ന് സൂചന. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം മോഷണക്കേസിൽ അറസ്റ്റിലായ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു, സുഹൃത്ത് നിതിൻ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഞെട്ടിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. പ്രതികളിൽ ഒരാളായ വിഷ്ണു കാലൊടിഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലും മറ്റൊരു പ്രതി നിതിൻ പീരുമേട് സബ് ജയിലിലുമാണ് ഉള്ളത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാത്രമേ സംശയിക്കപ്പെടുന്ന സ്ഥലത്തെത്തിച്ച് മൃതദേഹം ഉണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ നടത്താനാകൂ. ഇതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് ചിലപ്പോൾ നാളെയോ തിങ്കളാഴ്ചയോ വരെ നീണ്ടേക്കാം. വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കുറെ കാലമായി കാണുവാനില്ലായിരുന്നു. വിജയനെ കൊലപ്പെടുത്തി വീടിനുള്ളിൽ കുഴിച്ചുമൂടിയതായും അതിനും വർഷങ്ങൾക്ക് മുമ്പ് നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടിനുള്ളിൽ കുഴിച്ചുമൂടിയതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. പ്രതിയുടെ അടുത്ത ബന്ധുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട് ഇന്നലെ മുതൽ പോലീസ് കാവലിലാണ്. ഇന്നുച്ചയ്ക്ക് ഇടുക്കി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിഷ്ണുവും കുടുംബവും മുൻപ് താമസിച്ചിരുന്ന കട്ടപ്പനയ്ക്ക് സമീപം സാഗര ജംഗ്ഷന് സമീപത്തെ പഴയ വീട്ടിലുമെത്തി പരിശോധനകൾ നടത്തി മടങ്ങി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.